അല്ലാഹുവിന്റെ റസൂലേ, സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ആരാണ്? തങ്ങൾ പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നളറ, സ്വന്തം ഇണയൊന്ന് നോക്കിയാൽ സന്തോഷം പകരുന്ന പെണ്ണാണ്. നോട്ടത്തിൽ തന്നെ സന്തോഷമുണ്ടോ? ഉണ്ട്. ഒന്ന് നോക്കുമ്പോഴേക്ക് സന്തോഷം പകരാനുള്ള കഴിവ് ഉമ്മമാരെ നിങ്ങളിൽ ഉണ്ടാകണം, സഹോദരിമാരെ ഉണ്ടാകണം. നോക്കിയാലൊന്ന് സന്തോഷം. ഭർത്താവ് ഒന്ന് വീട്ടിലേക്ക് വന്നു, ഒന്നിങ്ങനെ നോക്കി ഇണയുടെ മുഖത്ത് നോക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാ മനസ്സിലൊരു വിഷമം കൊണ്ടൊരു ബേജാറും കൊണ്ടേന്ന് വന്നിരുന്നു. പക്ഷെ ഇണയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയപ്പോഴേക്ക് സന്തോഷായി. അവിടുന്ന് ഇങ്ങോട്ട് സന്തോഷം പകരണം, സ്നേഹം പകരണം, സന്തോഷം പകരണം. ആ രീതിയിൽ ഒരു നോട്ടം നോക്കുമ്പോഴേക്ക് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അതിന് വിധേയപ്പെടണം, അനുസരിക്കണം. ആ അനുസരണത്തിന്റെ ഭംഗിയും ശക്തിയും കുറഞ്ഞു പോകരുത്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിൽ ഭർത്താവിനോട് എതിരാകരുത്. വലാ ഫീ മാലിഹാ, അവളുടെ സമ്പത്തിലും എതിരാകരുത്. ബിമാ യക്റഹു, ഭർത്താവ് വെറുക്കുന്ന ഒന്നുകൊണ്ട് എതിരാകരുത്. സ്വന്തം ശരീരത്തിൽ ഭർത്താവിന് വെറുക്കുന്ന ഒരു സംഗതിയുണ്ട്, ആ സംഗതി ആ പെണ്ണ് നീക്കേണ്ടതുണ്ട്. ഭർത്താവിന് നല്ല യോജിപ്പുള്ള രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖൈറായ ഹലാൽ ആ രീതിയിൽ വിധേയപ്പെട്ടു കൊടുക്കണം. നല്ല സന്തോഷത്തോടുകൂടെ ഭർത്താവ് സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിന് വരുമ്പോ മടിയായി ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാതെ, ഭർത്താവിന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റിക്കൊടുക്കാതെ മറ്റുള്ള പലരോടും ബന്ധങ്ങളും പ്രേമങ്ങളും സ്ഥാപിച്ച് സ്വന്തം ഭർത്താവിന് വിഷമങ്ങളും കാര്യങ്ങളും വരുമ്പോ സാമ്പത്തികമായി ഒരു നിലക്കും സഹായിക്കാതെ, സഹകരിക്കാതെ സ്വാർത്ഥതയുമായി കഴിയുന്ന പെണ്ണാകരുത്. ജീവിതമല്ലേ, കൂട്ടുജീവിതമല്ലേ, ശരീരം കൊണ്ട് സഹകരിക്കും പോലെ സമ്പത്ത് കൊണ്ടും സഹകരിക്കേണ്ടതുണ്ട്. അതും സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സമ്പത്ത് കൊണ്ട് ഭർത്താവിന് എതിരാകുന്നൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോ ഒരിക്കലും വഞ്ചനാരൂപത്തിലോ അക്രമത്തിന്റെ രൂപത്തിലോ ഒരു കാര്യങ്ങളും ഭർത്താവിനോട് വിയോജിച്ചുകൊണ്ട് ഭാര്യയിൽ നിന്ന് ഉണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല,